ഹലോ ഫ്രണ്ട്സ്, എല്ലാവർക്കും സിന്ധൂസ് വേൾഡ് ഓഫ് മ്യൂസിക് ചാനലിൻ്റെ മറ്റൊരു വീഡിയോയിലേക്ക് സ്വാഗതം. ഇന്ന് നമ്മൾ ഉണക്കമീൻ വെച്ചിട്ട് ഒരു കറിയുടെ റെസിപ്പി ആയിട്ടാണ് വന്നിട്ടുള്ളത്. അപ്പോൾ നമ്മൾ കഴിഞ്ഞ വീഡിയോയിൽ ഫ്രഷ് ആയിട്ടുള്ള അയില എങ്ങനെ ഉണക്കിയെടുക്കാം, വീട്ടിലെങ്ങനെ ഉണക്കിയെടുക്കാം എന്നുള്ള വീഡിയോ ഞാൻ ചെയ്തിട്ടുണ്ട്. അപ്പോൾ കാണാത്തവർ അതൊന്ന് പോയി കാണണം കേട്ടോ. ഞാൻ ലിങ്ക് ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ വെക്കാം. അപ്പോൾ നമുക്ക് ഉണക്കയില വെച്ച് മീൻകറി എങ്ങനെയാണ് തയ്യാറാക്കുക എന്ന് നോക്കിയാലോ. അതിനായിട്ട് ഞാനിവിടെ നമ്മൾ ഹോം മെയ്ഡായിട്ട് ഉണ്ടാക്കിയിട്ടുള്ള ഉണക്കയില 2 എടുത്തിട്ടുണ്ട്. അപ്പം ഞാൻ ചെറിയൊരു അളവിലാണ് ഞാനിത് ചെയ്യുന്നത്. അപ്പം നമുക്ക് ആദ്യം തന്നെ ഇത് ഉണക്കമീനായതുകൊണ്ട് ഇതിൽ നിറയെ ഉപ്പൊക്കെ ഉണ്ടാവും. അപ്പം നമുക്കിത് കുറച്ച് നേരം ഒന്ന് വെള്ളത്തിലിട്ട് വെക്കണം. അപ്പോൾ ഞാനിത് കുറച്ച് പച്ചവെള്ളം ഒഴിച്ച് വെച്ചിട്ടുണ്ട്. അപ്പം നിങ്ങളുടെ കയ്യിൽ നമ്മൾ അരി വേവിച്ച കഞ്ഞിവെള്ളം ഉണ്ടല്ലോ, ആ കഞ്ഞിവെള്ളം ഉണ്ടെങ്കിൽ അത് ഇതിലേക്ക് കുറച്ച് ഒഴിച്ച് വെക്കാം. അതും ഉപ്പൊക്കെ നന്നായിട്ട് പോവാനായിട്ട് നല്ലതാണ്. അപ്പം ഞാനൊരു 15 മിനിറ്റാണ് ഇത് വെള്ളത്തിലിട്ട് വെക്കണത്. അപ്പം നമുക്ക് നിറയെ ഉപ്പുണ്ട്, മീനിൽ നിറയെ ഉപ്പൊക്കെ ഉണ്ടെന്നുണ്ടെങ്കിൽ ചില മീനിലൊക്കെ നല്ലോണം ഉപ്പുണ്ടായിരിക്കും. അപ്പം അങ്ങനെയൊക്കെ ഉപ്പുണ്ടെന്നുണ്ടെങ്കിൽ അരമണിക്കൂർ പച്ചവെള്ളത്തിലോ കഞ്ഞിവെള്ളത്തിലോ ഇട്ട് വെക്കാം. ഇപ്പോൾ 15 മിനിറ്റൊക്കെ കഴിഞ്ഞിട്ടുണ്ട്. ഞാനിവിടെ മീൻ നന്നാക്കി ക്ലീൻ ചെയ്ത് കഷ്ണങ്ങളാക്കി എടുത്തിട്ടുണ്ട്. ഇനി ഇതിലേക്ക് ഒരു 1/4 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി ഇട്ട് കൊടുക്കുന്നുണ്ട്. അതുപോലെ തന്നെ 1.5 ടീസ്പൂൺ എരിവുള്ള മുളക് പൊടി ഇട്ട് കൊടുക്കുന്നുണ്ട്. അപ്പം ഞാൻ ഇതിലേക്ക് മല്ലിപ്പൊടി ചേർക്കണില്ല. അപ്പം മല്ലിപ്പൊടി ഇല്ലാണ്ടാണ് നമ്മൾ ഈ മീൻകറി വെക്കണത്. അപ്പം നിങ്ങൾക്ക് മല്ലിപ്പൊടി വേണമെന്നുണ്ടെങ്കിൽ ചേർത്ത് കൊടുക്കാവുന്നതാണ്. ഇനി ഞാനിവിടെ ഒരു നേന്ത്രക്കായ അരിഞ്ഞെടുത്തിട്ടുണ്ട്, നന്നായി കഴുകി എടുത്തിട്ടുണ്ട്. അത് ഇതിലേക്ക് ചേർത്ത് കൊടുക്കുന്നുണ്ട്. അപ്പം നേന്ത്രക്കായൊക്കെ ചേർക്കുമ്പോൾ നല്ലൊരു ടേസ്റ്റാണ് നമ്മുടെ മീൻ കറിക്ക് കിട്ടുക. അപ്പം നിങ്ങൾക്ക് നേന്ത്രക്കായ വേണമെന്നില്ലെങ്കിൽ ചേർക്കണം എന്നില്ല. പിന്നെ ഞാനിതിലേക്ക് പുളിക്ക് വേണ്ടിയിട്ട് മാങ്ങയാണ് ചേർക്കണത്. അതിപ്പോൾ നമ്മൾ ചേർത്ത് കൊടുക്കില്ല. ഈ കായൊക്കെ കഷ്ണങ്ങളൊക്കെ വെന്തതിന് ശേഷം നമ്മൾ ചേർത്ത് കൊടുക്കുള്ളൂ. പിന്നെ ഇതിലേക്ക് ഒരു തണ്ട് കരിവേപ്പില പൊട്ടിച്ചിട്ട് കൊടുക്കുന്നുണ്ട്. പിന്നെ ഇതിലേക്ക് ഒരു മീഡിയം സൈസ് സവാള എടുത്തിട്ടുണ്ട്, അതിൻ്റെ പകുതി ഞാൻ അരിഞ്ഞിട്ട് കൊടുക്കുന്നുണ്ട്. ഇനി ഞാനിവിടെ ഒരു പച്ചമുളക് എടുത്തിട്ടുണ്ട്, അതൊന്ന് കീറിയിട്ട് കൊടുക്കുന്നുണ്ട്. പിന്നെ ഞാൻ ഒരു ചെറിയ സൈസ് ഇഞ്ചി എടുത്തിട്ടുണ്ട്, അതൊന്ന് ചതച്ചിട്ട് ഇതിലേക്ക് ഇട്ട് കൊടുക്കുന്നുണ്ട്. അപ്പോൾ നിങ്ങൾക്ക് വേണമെന്നുണ്ടെങ്കിൽ അരിഞ്ഞും ഇത് ഇട്ട് കൊടുക്കാം. അപ്പോൾ ഈ സാധനങ്ങളൊക്കെ നമ്മൾ കുറേശ്ശെ എടുത്താൽ മതി. ഞാൻ പറഞ്ഞ പോലെ ഉണക്കമീനായതുകൊണ്ട് നമുക്ക് കുറേശ്ശെ ഇട്ട് കൊടുത്താൽ മതി. ഇനി ഇതിലേക്ക് ഒരു ടീസ്പൂൺ വെളിച്ചെണ്ണ ഒഴിച്ച് കൊടുക്കുന്നുണ്ട്. ഇനി നമുക്ക് ഇത് പാകത്തിന് വെള്ളം ഒഴിച്ചിട്ട് ഈ കഷ്ണങ്ങൾ വേവണ വരെ ഒന്ന് വേവിക്കാനായിട്ട് വെക്കാം. ഞാനിതിലേക്ക് ഒരു 3 കപ്പ് വെള്ളം ഒഴിച്ച് കൊടുത്തിട്ടുണ്ട്. ഒന്ന് മിക്സ് ചെയ്ത് കൊടുക്കുക. ഇനി നമുക്കിത് മൂടി വെച്ചിട്ട് കഷ്ണങ്ങൾ വേവണ വരെ ഇതൊന്ന് വേവിച്ചെടുക്കാം. തീ മീഡിയം ഫ്ലെയിമിൽ ഇട്ടിട്ട് ഈ കഷ്ണങ്ങളൊന്ന് വേവിച്ചെടുക്കാം. ഇപ്പോൾ കായൊക്കെ നന്നായി വെന്ത് വന്നിട്ടുണ്ട്. ഇനി ഇതിലേക്ക് നമുക്ക് മീൻ കറിയിലേക്ക് ആവശ്യമുള്ള പുളി ഒഴിച്ചു കൊടുക്കാം. അപ്പം ഞാനിവിടെ നേരത്തെ പറഞ്ഞ പോലെ മാങ്ങയാണ് ഇട്ട് കൊടുക്കുന്നത്. അപ്പം ഞാനിവിടെ ഒരു മാങ്ങ എടുത്തിട്ടുണ്ട്, അത് കഷ്ണങ്ങളാക്കിയിട്ട് ഇതിലേക്ക് ചേർത്ത് കൊടുക്കുന്നുണ്ട്. അപ്പം നിങ്ങൾ പുളിയാണ് ചേർത്ത് കൊടുക്കണമെന്ന് വെച്ചാൽ ഈ സമയത്ത് പുളി പിഴിഞ്ഞൊഴിച്ചു കൊടുക്കാം. അതല്ല കുടംപുളിയാണ് ചേർക്കണമെന്ന് വെച്ചാൽ ഈ സമയത്ത് ചേർത്ത് കൊടുത്താൽ മതി. ഞാൻ മാങ്ങ കഷ്ണങ്ങളാക്കിയത് ഇതിലേക്ക് ഇട്ട് കൊടുത്തിട്ടുണ്ട്. അപ്പോൾ ഈ മാങ്ങയ്ക്ക് പുളി കുറച്ച് കുറവാണ്. അപ്പോൾ നമുക്ക് പുളി പോരായി ഉണ്ടാവും കറിയിൽ. അപ്പം നമുക്ക് ഈ മാങ്ങ വെന്ത് വരട്ടെ. അതിന് ശേഷം നമുക്ക് പുളി കുറവാണെങ്കിൽ കുറച്ച് വാളൻപുളി ഒന്ന് പിഴിഞ്ഞ വെള്ളം ഒഴിച്ചു കൊടുക്കാം. അപ്പോൾ മാങ്ങയൊക്കെ ഇവിടെ വെന്ത് വരട്ടെ. ഈ സമയത്ത് ഞാനിവിടെ ഒരു 1/2 കപ്പ് തേങ്ങ എടുത്തിട്ടുണ്ട്, അതായത് ഒരു കൈപ്പിടി തേങ്ങ എടുത്തിട്ടുണ്ട്. അതൊരു മിക്സിയുടെ ജാറിലേക്ക് ഇട്ട് കൊടുക്കുന്നുണ്ട്. അപ്പോൾ കുറച്ച് തേങ്ങ മതി, വല്ലാണ്ട് തേങ്ങയുടെ ആവശ്യമൊന്നുമില്ല. ഇത് നമുക്ക് കുറച്ച് വെള്ളം ഒഴിച്ചിട്ട് നന്നായിട്ട് പേസ്റ്റ് പോലെ ഒന്ന് അരച്ചെടുത്തിട്ട് വരാം. അപ്പോൾ മാങ്ങയൊക്കെ ഇവിടെ നന്നായി വെന്ത് വന്നിട്ടുണ്ട്. ഇതിലേക്ക് അരച്ച് വെച്ചിട്ടുള്ള തേങ്ങയുടെ പേസ്റ്റ് ഇതിലേക്ക് ചേർത്ത് കൊടുക്കുന്നുണ്ട്. അപ്പോൾ ഈ സമയത്ത് വെള്ളം ചേർക്കണം എന്നുണ്ടെങ്കിൽ തിളച്ച വെള്ളം തന്നെ ചേർത്ത് കൊടുക്കാനായിട്ട് നോക്കുക. അപ്പം ഞാൻ ഒരു 1/4 ഗ്ലാസ് വെള്ളം കൂടി ഇതിലേക്ക് ചേർത്ത് കൊടുത്തിട്ടുണ്ട്. ആ മിക്സിയുടെ ജാറ് ഒന്ന് കഴുകി ഒഴിച്ച് കൊടുത്തിട്ടുണ്ട്.
ഇനി നമുക്ക് ഈ കറിയുടെ ടേസ്റ്റ് നോക്കിയിട്ട് ഇതിലേക്ക് പുളി വേണമെന്നുണ്ടെങ്കിൽ പുളി ചേർത്ത് കൊടുക്കാം. പിന്നെ നമ്മൾ ഇതുവരെയും ഉപ്പൊന്നും ചേർത്തിട്ടില്ല, അപ്പോൾ ഉപ്പ് വേണമെന്നുണ്ടെങ്കിൽ ഉപ്പും ചേർത്ത് കൊടുക്കാം. അപ്പോൾ മാങ്ങയ്ക്ക് പുളി കുറവായതുകൊണ്ട് ഞാൻ ഈ സമയത്ത് കുറച്ച് വാളൻപുളി പിഴിഞ്ഞത് ഒഴിച്ചു കൊടുക്കുന്നുണ്ട്. അപ്പോൾ നിങ്ങൾ എടുക്കുന്ന മാങ്ങയുടെ പുളിക്കനുസരിച്ച് വേണം പുളി ചേർത്ത് കൊടുക്കാനായിട്ട്. അപ്പോൾ ഞാനിതിലേക്ക് കുറച്ച് ഉപ്പും കൂടി ചേർത്ത് തീ മീഡിയം ഫ്ലെയിമിൽ തന്നെ ഇട്ട് കൊടുക്കുക. അത് നന്നായിട്ടൊന്ന് തിളച്ച് കുറുകി വരുമ്പോൾ നമുക്കിതിലേക്ക് ഉള്ളി കാച്ചി ഒഴിക്കാം. ഇപ്പോൾ കറി ഇവിടെ തിളച്ച് കുറുകി വന്നിട്ടുണ്ട്. ഞാനൊരു 2 ടേബിൾ സ്പൂൺ വെളിച്ചെണ്ണ ഒഴിച്ചിട്ട് ഒരു 4 ചെറിയുള്ളി അരിഞ്ഞിട്ട് കൊടുത്ത് മൂപ്പിച്ചെടുത്തിട്ടുണ്ട്. അതിലേക്ക് ഒരു തണ്ട് കരിവേപ്പില ഇട്ടിട്ട് മൂപ്പിച്ചെടുത്തിട്ടുള്ളതാണ്. അത് കറിയിലേക്ക് ഒഴിച്ചു കൊടുക്കുന്നുണ്ട്. നന്നായിട്ട് മിക്സ് ചെയ്ത് കൊടുത്തിട്ട് ഇത് മൂടി വയ്ക്കാം. ഒരു 5 മിനിറ്റ് മൂടി വയ്ക്കാം. ഇപ്പം നമ്മുടെ അയില ഉണക്കമീൻ കറി റെഡി ആയിട്ടുണ്ട്. ഈ ഒരു കറി മാത്രം മതി നമുക്ക് വയറ് നിറച്ച് ചോറുണ്ണാനായിട്ട്. ഇപ്പോൾ കറിയൊക്കെ ഇവിടെ ചൂടാറി വന്നിട്ടുണ്ട്. അപ്പോൾ ഇതാ നമ്മുടെ ഉണക്ക അയില മീൻ കറി ഇവിടെ റെഡി ആയിട്ടുണ്ട്. അപ്പോൾ ഇത്രയേ ഉള്ളൂ ഇന്നത്തെ വീഡിയോ. നിങ്ങൾക്ക് ഈ വീഡിയോ ഇഷ്ടമാവുകയാണെങ്കിൽ ലൈക്ക് ചെയ്യാനും മറ്റുള്ളവർക്ക് ഷെയർ ചെയ്ത് കൊടുക്കാനും മറക്കരുത്. അതുപോലെ തന്നെ എൻ്റെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാതെ കാണുന്ന കൂട്ടുകാരാരെങ്കിലും ഉണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യണം കേട്ടോ. ഇനി നമുക്ക് മറ്റൊരു വീഡിയോയുമായി കാണാം. അതുവരേക്കും താങ്ക് യു.